ഗൈസ് അത് കേട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഗൈസ്. അപ്പം നമ്മൾ ഇന്നലൊരു വീഡിയോ ഞാൻ ഇന്നലെ എടുത്തായിരുന്നു, അത് ഇന്ന് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒരു വീഡിയോ അത് ഇന്ത്യൻ ടെക്സ്റ്റോണ്ടായിരുന്നു, പക്ഷെ അത് ഇന്നലെ 4 മിനിറ്റ്സിൻ്റെ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇന്നിപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ എടുത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ ITA മെനു എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ പോയി ഫ്രീ ഫ്ലൈ ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഡ്രോൺ ഓപ്ഷൻ പോലൊക്കെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അതേപോലെ മോഹൻ താഴെ വരുന്നു. മോഹനെ എന്താ പോകുന്നു? എന്താ പോകുന്നു? ഇവിടെ ഒന്നുമില്ല മോഹനെ. നീ വരുന്ന പുറത്തോട്ട്? അമ്മപ്പാ നമുക്കൊരിടം വരെ ഇന്ന് പോകാനുണ്ട്. മോഹനെ കൊണ്ട് പോകാം. ഓടും. ഇന്നലത്തെ വീഡിയോ ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ, അതായത് ഇന്നിട്ട വീഡിയോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും ഗൈസ്. അപ്പം അറിയാൻ പറ്റി ഈ മോഹൻ ഓടുന്നതാണ് ഗൈസ്. ആ വീഡിയോയ്ക്കകത്ത് നമുക്കൊന്ന് നിൽക്കാം. മോഹൻ വരട്ടെ. ഓടുന്ന എനിക്ക് ദേഷ്യം വരും ഗൈസ്. ഗൈസ് ഇന്നും ഗാരേജിലുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം ഗൈസ്. വെയിറ്റ് ചെയ്യും. യെസ് ഗൈസ്, വെഹിക്കിൾസ് ഈസ് ഹിയർ. വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ ഗൈസ്. ഇന്നലെ ഞാൻ ഒരു വണ്ടി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ്. തറിയത് പറഞ്ഞാണ് ഗൈസ്. 2 വണ്ടിയുണ്ട് ഇവിടെ. ഒരു നിഞ്ചയുണ്ട്, ഒരു GTR ഉണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് GTR ആയിട്ട് പോവാം, ബൈക്കായിട്ട് പോവാം. നിഞ്ച കവാസാക്കി നിഞ്ച H2 ആയിട്ട് പോവാം. അതൊക്കെ എവിടെ പോകാം? കയറുന്നില്ല. ഓഹോ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. മോഹനോട് വീട്ടിൻ്റെ അകത്തോട്ട് പോകാൻ പറയാം. മോഹ വീട്ടിലോട്ട് വയ്ക്കാം. വീടിൻ്റെ അകത്തോട്ട് വയ്ക്കാം. ഞാൻ വന്നിട്ട് നിന്നെ വിളിക്കാം. പോരെ? ഓക്കെ ശരി, ഞാൻ വന്നിട്ട് വിളിക്കാം. അവൻ പോയി. ഞാൻ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, മോഹന് കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ മറന്നുപോയി. ഇന്ത്യയുടെ ഒറ്റൊരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ കയറുന്നതിന് മുമ്പ് മോഹൻ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് ഗൈസ്. നമുക്കൊന്നുപോയി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വരാം ഗൈസ്. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതൊക്കെ എത്ര നാളായെന്നറിയോ GTR-ഉം നിഞ്ചയൊക്കെ എടുത്തിട്ട്? കുറേ നാളായി ഗൈസ്. കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് എടുക്കുന്നത് ഗൈസ്. കവാസാക്കി നിഞ്ച H2 ആണ്. അപ്പോൾ ഇപ്പോഴാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ എപ്പോഴും ഗ്യാരേജിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ വണ്ടി ഓടിക്കത്തില്ല ഗൈസ്. കുറേ ആയിട്ട് ഞാൻ ഈ ഗെയിം കളിക്കുന്നില്ല, വീഡിയോ ചെയ്യാതെ കളിക്കാറില്ലായിരുന്നു. കുറേ ആയിട്ട് ഇപ്പം ഞാൻ മറന്നു, ഏകദേശമൊക്കെ മറന്നു. പക്ഷേ ഇതിൻ്റെ ഒരു വണ്ടി ഓടിക്കുന്ന കൺട്രോൾസ് ഞാൻ മറന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഗൈസ് ഇന്ത്യൻ ബൈക്സ് 3D എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഗെയിമുണ്ട് ഗൈസ്. അതിൻ്റെ വീഡിയോ എന്തോ ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ എപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും അത് ഈ തന്നെത്താനെ വീഡിയോ ഓഫ് ആയിക്കൊണ്ടിരിക്കും, റെക്കോർഡ് ഓഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ് ഗൈസ്. അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് തന്നെ. ഇന്ത്യൻ ബൈക്സ് 3D ഇടാം. എപ്പോൾ ഇടാമെന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം വരും ഗൈസ്. പിന്നെ ആ ഗെയിം നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൈസ്. ഈ ഗെയിം ആപ്പ് സ്റ്റോറിൽ മാത്രം കിട്ടത്തില്ല ഗൈസ്, പ്ലേ സ്റ്റോറിലേ കിട്ടും. ഇന്ത്യൻ ബൈക്സ് 3D. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയി ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D എന്ന് അടിച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഗെയിം വരും. അതെങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരും ഗൈസ്. വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാവും അതിനെക്കുറിച്ചുള്ളത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ബ്ലാക്ക് കളറാക്കട്ടെ ഗൈസ്. ഒരു മിനിറ്റ്.
അപ്പം വേറൊരു കാര്യം നോക്കാനാണ് ഗൈസ് പോസ്റ്റ് ചെയ്തത്. ഇതാക്കാം, ഇതാക്കാം. പിന്നെ ഹോണൊന്നും ചേഞ്ച് ചെയ്യണ്ട ഗൈസ്, വീല് ഇത് തന്നെ നടക്കട്ടെ. വീലൊക്കെ ഇത് തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ മാറ്റണം ഗൈസ്, നോക്കട്ടെ. നല്ല വീലും എല്ലാം കിട്ടുവാണെങ്കിൽ മാറ്റാം. നോക്കട്ടെ ഗൈസ്, എന്താ പിന്നെ ഒരു നല്ലൊരു വീട് തന്നെ ഗൈസ്. എൻ്റെ ഫ്രണ്ടാണ് ഈ പെന്നി എന്ന് പറയുന്നത്. ഗൈസ് ഇത് കൊള്ളാം അല്ലേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, അപ്പോൾ അത് കിടക്കട്ടെ. ബാക്കിയൊന്നും ചേഞ്ച് ചെയ്യണ്ട ഗൈസ്. സ്റ്റിക്കർ ഗൈസ്, ഈ സ്റ്റിക്കർ തന്നെ മതി ഗൈസ്. നമുക്ക് ഇടാനായിട്ട് ഇതെവിടെ ഇവിടെ വന്നു ഗൈസ്. ഇവിടെ ശരിയായ സ്റ്റിക്കർ. ബ്രേക്സ് റേസിങ്, നൈട്രോ സെൻസ്റ്റോൾ, സ്മോക്ക് കളറ് ഗ്രീൻ അല്ല റെഡ് ഇടാം ഗൈസ്. റിമിൻ്റെ കളർ ഗ്രീൻ ഇപ്പം റെഡ് സ്മോക്ക് തന്നെ ഇരിക്കട്ടോ. ഗൈസ് വീഡിയോ എടുപ്പിക്കാൻ പറ്റുന്നില്ല. എടുപ്പിച്ചു. വെച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല ഗൈസ്. എന്താണ് വഴി കിട്ടി, അതൊക്കെ ഞാൻ കണ്ടു ഗൈസ്. മോഹനയുടെ വീഡിയോ ഉണ്ടായിരിക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, GTR-ൻ്റെ ലുക്ക് നൈസാണോ അല്ലയോ എന്ന്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ശരിക്കും ഫസ്റ്റ് ലുക്ക് ഇങ്ങനെയായിരുന്നു ഈ മിനിച്ചേടെ. പിന്നെ ഞാൻ ആദ്യമേ എടുത്ത സമയത്ത് കളറൊന്നും ചേഞ്ച് ഇതെന്ന് തോന്നുന്നു, ചേഞ്ച് ചെയ്തായിരുന്നു ഗൈസ്. ശരിക്കും ഞാൻ മാറ്റിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല. ബെന്നിയുടെ ഷോപ്പിൽ കിടന്നായിരുന്നു ഗൈസ്. അത് സത്യമാണ്, ബെന്നിയുടെ ഷോപ്പിൽ കിടന്നെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബെന്നിയുടെ അവിടെ ഏതോ ഒരു വർക്കർ അറിയാതെ എങ്ങാണ്ട് നന്നായിട്ട് അറിയാതെ ആ വർക്കർ വേറെ ഏതോ ഒരാളുടെ വണ്ടിയും കൊണ്ട് വന്നതാണ് ബെന്നിയുടെ ഷോപ്പിലോട്ട്. വന്നതും എല്ലാം കുറച്ച് സ്പീഡ് കൂടിപ്പോയി ഗൈസ്. അത് അവൻ്റെ തെറ്റില്ല, വണ്ടിയുടെ സ്പീഡിൻ്റെ കുഴപ്പമാണ്. ബെന്നി അറിയാതെ കുറച്ച് സ്പീഡ് അധികം ഈ ഓണറിൻ്റെ കെട്ടിയപ്പോൾ സ്പീഡ് കൂട്ടി വിട്ടു, ട്യൂൺ ചെയ്ത് വിട്ടു. പക്ഷെ അത് ബെന്നിക്ക് തന്നെ പഴയായി. എന്നിട്ട് ഈ ബെന്നിയുടെ വർക്കർ വേറൊരു വണ്ടി എടുത്തുകൊണ്ട് വരുമായിരുന്നു ഒരാളുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഗൈസ് ബെന്നിയുടെ ഷോപ്പിലെത്തി. അവിടെ എത്തിയിട്ട് ഇങ്ങനെ ചേർത്തെടുത്ത് അവിടെ കുറച്ചധികം വണ്ടികളുണ്ടായിരുന്നു ദിവസം ബെന്നിയുടെ ഷോപ്പിൽ. അങ്ങനെ ഇവൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ വരിക. എൻ്റെ വണ്ടിയുടെ സൈഡിൽ നന്നായിട്ട് സ്ക്രാച്ച് ആയി ഗൈസ്. ഈ ഡോറിൽ, അതായത് ഈ ഇവിടെ ഇല്ല ഗൈസ്, ഈ അവിടെ ഈ ടയറിൻ്റെ ഇവിടെ ഇല്ല, ഇവിടെ ടയറിൻ്റെ ഇവിടെ ഈ ബ്ലാക്ക് 7 പോലെ ഇരിക്കുന്നുണ്ട്. ഈ ടയറിൻ്റെ ഇവിടെ ഉള്ള ഇവിടെ ആ 7 പോലെ ഇരിക്കുന്നത് കുറച്ച് പുറകിലായിരുന്നു. അവിടുന്ന് ഈ ടയറിൻ്റെ ഇവിടെ വരെ ഒരഞ്ഞ് ഗൈസ്. ആ വരവിന് അങ്ങനെ ഒരഞ്ഞ് ഗൈസ്. പിന്നെ
പെയിൻറ് തന്നെ വീണ്ടും മറ്റേ പെയിൻറ് പെയിൻറ്റിയുടെ ഷോപ്പിൽ ഇല്ലായിരുന്നു, അവിടെ ഇല്ലായിരുന്നു. ഇന്നലെ രാവിലെയാണ് കൊണ്ടു തന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ സ്ക്രാച്ച് ആയിരുന്നു, നല്ല വലിയ സ്ക്രാച്ച് ആയിരുന്നു. അപ്പോൾ പെയിൻറ്റിയുടെ റെഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഓറഞ്ച് കളർ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ച് ഗൈസ്. അതാണ് സംഭവം, അതാണ് പറ്റിയ കാര്യം, സംഭവിച്ച കാര്യം അതാണ്. അതുകൊണ്ടാണ് ഗൈസ് ഈ റിമ്മും അതിന് ചേരുന്ന റിമ്മ് വയ്ക്കേണ്ടത്. അതിനാണ് റിമ്മ് മാറ്റിയത്. പിന്നെ കളറും സ്റ്റിക്കറും അതൊക്കെ മാറ്റി. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അത് ആളെ കുറ്റം പറഞ്ഞിട്ട് കഴിയില്ല. ഗൈസ് ഇപ്പം നമ്മൾ ഏതൊരാളാണെങ്കിലും അങ്ങനെ ഓടിച്ചാൽ അങ്ങനെ അബദ്ധം പറ്റും ഗൈസ്. അല്ലാതെ എല്ലാവർക്കും ഇന്ന രീതിയിൽ ഓടിക്കാൻ അബദ്ധം പറ്റാതൊന്നും ഇരിക്കത്തില്ല. ആ കയ്യിൽ അബദ്ധം അല്ല ഗൈസ്. നിങ്ങളെ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ല അറിയാതെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതൊന്നും കുഴപ്പമില്ല, അവരോട് പറഞ്ഞ് സമാധാനിക്കുക ഗൈസ്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗൈസ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു വഴി ഗൈസ്. ഇപ്പോൾ പെരിയാർ ഷോപ്പിൽ പോയിരുന്നു ഗൈസ്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ വണ്ടി സ്ക്രാച്ച് ആയാൽ നിങ്ങൾ കുറച്ച് ഷോപ്പിൽ നിന്ന് അവർ പെയിൻ്റ് അടിച്ച് തന്നാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഗൈസ് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. അങ്ങനെ ഇന്ന പെയിൻറ്റ് വേണം അങ്ങനെയൊന്നുമില്ല ഗൈസ്. പക്ഷേ ഗൈസ് എനിക്ക് ഫേവറേറ്റ് കളർ സത്യം പറഞ്ഞാൽ ഗ്രീനും റെഡുമാണ് ഗൈസ്. പിന്നെ ഗോൾഡനും ഉണ്ട് ഗൈസ്. പക്ഷേ ഗൈസ് ഈ ഗെയിമിൽ അത് കിട്ടത്തില്ലേ, അത് നമ്മൾ കിട്ടിയെന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. ശരി, ഫോൺ ചേഞ്ച് ചെയ്യണ്ട, ആ വീട് ചേഞ്ച് ചെയ്യണം ഗൈസ്. വീടെന്തായാലും ചേഞ്ച് ചെയ്യില്ല എനിക്ക്. പഴയ വീട് ഏതായിരുന്നു? ഇതാ ഗൈസ്. യെസ് ഇത് തന്നെ ഗൈസ്. നമ്മുടെ GTR പഴയ ലുക്കിൽ വരുന്നു ഗൈസ്. ഇതായിരുന്നു ഗൈസ് നമ്മുടെ GTR ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഗൈസ് ഇരുന്നിരുന്നത്. സ്റ്റിക്കർ ടൈം ഗൈസ്. ഇറ്റ്സ് സ്റ്റിക്കർ ടൈം. നമ്മളിപ്പോൾ സ്റ്റിക്കർ ഇട്ടിച്ച് ബ്രേക്സ് റേസിങ് ആണ് അതിൻ്റെ അകത്തോട്ട് വിടുന്നത്. നൈട്രോസ് ഇൻസ്ട്രോള് സ്മോക്ക് കളറ്. മറ്റേതിന് നമ്മൾ റെഡായിട്ട, ഇതിന് നമുക്ക് ഗ്രീൻ മതി ഗൈസ്. ഈ വണ്ടിക്ക് ചേരുന്ന കളർ സ്മോക്ക്. മറ്റേതിന് നമ്മൾ എന്തായിട്ട മറ്റേതിന് റെഡായിട്ട, ഇതിന് പച്ച ഗൈസ്. രണ്ട് സെയിം ആയെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഗൈസ്. നല്ല സ്പീഡിലാണ് ഗൈസ് വണ്ടി പോകുന്നത്. വണ്ടി നല്ല സ്പീഡിൽ പോവാണ്. അയ്യോ അയ്യോ വണ്ടി ഇടിച്ച്. പോലീസ് വരും. നേരത്തെ കളിക്കാൻ പോയിരിക്കുന്നത് ഗൈസ്. വണ്ടിയാ, ഈ വണ്ടിക്ക് കൺട്രോൾ ഇല്ലേ? കൺട്രോൾ ഇല്ലാത്ത വണ്ടിയാണ്. എത്രയും പെട്ടെന്ന് വണ്ടി സ്ഥലം വിടാം, വണ്ടി കൊണ്ട് പോകും. പോലീസുകാരുടെ രക്ഷപ്പെട്ടു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ചൂടുന്നല്ലേ ഇവിടെ ഇട്ട് വണ്ടി ഓടിച്ച് കളിച്ചാലേ അവസാനം എനിക്ക് വല്ല പണി വരുന്നുണ്ട്. ഇതിനെക്കാട്ടി എൻ്റെ വണ്ടി കൊണ്ട് ഓടുന്നതാണ്. ഇൻറ്റീരിയർ ഡ്രൈവിംഗ് ഞാൻ ഇന്നലെ പറഞ്ഞു. എനിക്ക് ഇൻറ്റീരിയർ ഡ്രൈവിംഗ് ഞാൻ ഈ ഗെയിം കുറേ ആയി ഇപ്പോൾ കളിച്ചിട്ട്. നേരത്തെയൊക്കെ പറ്റുമായിരുന്നു ഇൻറ്റീരിയർ ഡ്രൈവിംഗ്. ഇപ്പോൾ ഇൻറ്റീരിയർ
ഡ്രൈവിംഗ് പറ്റില്ല, പക്ഷെ പാടാണ്. അത് കുഴപ്പമില്ല ഗൈസ്, എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഗൈസ് നിങ്ങളത് കണ്ടായിരുന്നോ ഗൈസ്? ഡ്രിഫ്റ്റ് അടിച്ച് കറക്റ്റ് നിർത്തിയത്. അബദ്ധം പറ്റുന്നത് എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാൻ വണ്ടി കൊണ്ടിടിച്ച് അവിടെ ആ വണ്ടി വന്നില്ലായിരുന്നെങ്കിൽ കറക്റ്റ് ഡ്രിഫ്റ്റ് അടിച്ച് വരേണ്ടത് കയ്യിൽ വെട്ടിയിരിക്കാം. മീൻസ് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള ടേണിൽ ഞാൻ ഡ്രിഫ്റ്റ് അടിച്ചെടുക്കും മീൻസ് കറക്റ്റ്. അയ്യോ അതെ അടുത്തത് ഓക്കെ ഗൈസ്, നമ്മൾ വീടിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ കറക്റ്റ് ഡ്രിഫ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റും ഗൈസ്. ഗൈസ് ഇപ്പോഴാണ് ഞാൻ കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ കാർ മാച്ചിങ് കളറാണ് ഗൈസ്. കാറും നമ്മുടെ തീറ്റയാറും മാച്ചിങ് ചെയ്യുന്നുണ്ട് ഗൈസ്, മാച്ചാവുന്നുണ്ട്. ഇതാണ് GT-R ലുക്ക്. ഇതിനകത്ത് ബ്ലാക്ക് കളറാക്കിയിട്ടുണ്ട്, ഫുള്ള് ബ്ലാക്ക് പ്രാവശ്യം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് GT-R ബ്ലാക്ക് ബൈക്കിൻ്റെ തമ്മിലുള്ളൊരു വീഡിയോ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് ലുക്ക് ഉണ്ടായിരുന്ന സമയം, പിന്നെ അത് കഴിഞ്ഞ് ഓറഞ്ച് ലുക്ക്, പിന്നെ അത് കഴിഞ്ഞ് റെഡ് ലുക്ക്. റെഡ് ലുക്ക് എൻ്റെ ഫസ്റ്റ്, പിന്നെ ബ്ലാക്ക് ലുക്ക്, പിന്നെ ഓറഞ്ച് ലുക്ക്, അങ്ങനെ അപ്പം അതെല്ലാം റെഡ് ലുക്ക്. ഈ അടുത്തത് ഏത് ലുക്കിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത് ഏത് ലുക്കിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നിക്കി നമുക്ക് മോഹൻ്റെ അടുത്തോട്ട് പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നല്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മോഹൻ ഗൈസ് വണ്ടിയൊക്കെ കറക്റ്റല്ലേ വർക്ക് ചെയ്തിരിക്കുന്നത്. മോഹനെ ഇവൻ സാധാരണ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് ഗൈസ്. ഇവൻ ഉറങ്ങിയില്ല തോന്നുന്നു. അടുച്ചുണ്ടോ ചിലപ്പോൾ അതെ കറക്റ്റ് സമയത്ത് ഇന്ന് മേളിൽ നിന്ന് വന്നു. എന്താ പടാ അടാ വീഡിയോ അതിൻ്റെ പേരായി നന്നായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇതൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഓപ്ഷൻ ഓൺ ചെയ്യാം. എല്ലാം ശരിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് സൂപ്പർ വീഡിയോ. ബൈ ബൈ.